സൗന്ദര്യലഹരീ കർത്രേ സർവമംഗളദായിനേ ശങ്കരാചാര്യവർയായ യതിരാജായ തേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശ്രുതിസ്മൃതിപുരാണാനാം ആലയം കരുണാലയം നമാമി ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം. ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ. ഈശ്വരോ ഗുരുരാത്മേതി മൂർത്തിഭേദവിഭാഗിനേ വ്യോമവദ്വ്യാപ്തദേഹായ ദക്ഷിണാമൂർത്തയേ നമഃ. അജ്ഞാനാന്തർഗഹനപതിതാൻ ആത്മവിദ്യോപദേശൈഃ ത്രാതും ലോകാൻ ഭവദവശിഖാ താപസംപച്യമാനാൻ മുക്ത്വാ മൗനം വടവിടപിനോ മൂലതോ നിഷ്പദന്തി. ശംഭോർമൂർത്തിശ്ചരതി ഭുവനേ ശങ്കരാചാര്യരൂപാ. ശംഭോർമൂർത്തിശ്ചരതി ഭുവനേ ശങ്കരാചാര്യരൂപാ. ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. സൗന്ദര്യലഹരേ കർത്രേ സർവമംഗളദായിനേ ശങ്കരാചാര്യവർയായ യതിരാജായ തേ നമഃ. ഓം നമഃ ശിവായ. ശ്രീ മഹാദേവ്യൈ നമഃ. ഓം നമഃ പരമഋഷിഭ്യോ നമഃ. പരമഋഷിഭ്യഃ ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ശുഭസായാഹ്നം, സുസ്വാഗതം. നാരായണ. സൗന്ദര്യലഹരി ഉപാസന മണ്ഡലിയുടെ അധ്യയന ലഹരി പരമ്പര 5ാം എപ്പിസോഡിലേക്ക് കടന്നിരിക്കുകയാണ്. 5ാമത്തെ ക്ലാസ്സാണ്. അതിലേക്ക് ഏവർക്കും സുസ്വാഗതം. കഴിഞ്ഞ 4 ക്ലാസ്സുകളിലായിട്ട് 4 ശ്ലോകങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. അതിൽ കഴിഞ്ഞ ക്ലാസ്സിൽ 2 ശ്ലോകങ്ങളാണ് എടുത്തത്, 3ഉം 4ഉം. ആ 2 ശ്ലോകങ്ങൾ ഒന്ന് പ്ലേ ചെയ്യാം. 3ഉം 4ഉം ശ്ലോകങ്ങൾ ആരാ ചെയ്യാ? രാഹുൽ രാജ്. അവിദ്യാനാമന്തസ്തിമിരമിഹിരദ്വീപനഗരീ ജഡാനാം ചൈതന്യസ്തബകമഖ
मकरन्दस्रुतिझरी जडानां चैतन्यस्तबकमकरन्दस्रुतिझरी दरिद्राणां चिन्तामणिगुणनिका जन्मजलधौ दरिद्राणां चिन्तामणिगुणनिका जन्मजलधौ निमग्नानां दंष्ट्रा निमग्नानां दंष्ट्रा मुररिपुवराहस्य भवति मुररिपुवराहस्य भवति നാലും കൂടി. त्वदन्यः पाणिभ्याम् त्वदन्यः पाणिभ्याम् अभयवरदो दैवतगणः अभयवरदो दैवतगणः त्वमेका नैवासि त्वमेका नैवासि प्रकटितवराभीत्यभिनया प्रकटितवराभीत्यभिनया भयात्रातुं दातुं भयात्रातुं दातुं फलमपि च वाञ्छासमधिकम् फलमपि च वाञ्छासमधिकम् शरण्ये लोकानां शरण्ये लोकानां तव हि चरणावेव निपुणौ तव हि चरणावेव निपुणौ ഹരി ഓം. ഒന്നാമത്തെ ശ്ലോകത്തിൽ ശക്തിയുടെ മഹാത്മ്യം പറഞ്ഞുകൊണ്ട് സ്തുതിക്കാൻ ആരംഭിച്ചു. പുണ്യം ചെയ്യാത്ത ഒരാൾക്ക് ഈ പരാശക്തിയെ സ്തുതിക്കുവാൻ, പ്രണമിക്കുവാനും സ്തുതിക്കുവാനും എങ്ങനെ സാധിക്കും? അതുകൊണ്ട് ഞാൻ തീർച്ചയായിട്ടും സുകൃതം ചെയ്തവൻ തന്നെയാണ് എന്നുള്ളതായിട്ടുള്ള ഒരു ഭാവത്തെ, ആത്മവിശ്വാസത്തെ പ്രകടിപ്പിച്ചുകൊണ്ട് ദേവിയെ സ്തുതിക്കുവാനായിക്കൊണ്ട് ആരംഭിച്ചു. ദേവിയുടെ മാഹാത്മ്യം അതിൻ്റെ അല്പമെങ്കിലും നമുക്ക് ഗ്രഹിക്കാനായിക്കൊണ്ട് ഒരു താരതമ്യം ചെയ്തു. ദേവിയുടെ പാദധൂളിയിൽ നിന്ന് ഏറ്റവും സൂക്ഷ്മമായ ഒന്നിനെ തെരഞ്ഞെടുത്ത് ബ്രഹ്മദേവൻ ഒരു ബ്രഹ്മാണ്ടത്തെ മുഴുവൻ, 14 ലോകങ്ങളടങ്ങുന്ന ബ്രഹ്മാണ്ടത്തെ യാതൊരു കുറവും കൂടാതെ നിർമ്മിക്കുന്നു. അതിനെ തന്നെ 1000 ശിരസ്സുള്ള ആദിശേഷന്റെ രൂപത്തിലോ അല്ലെങ്കിൽ സഹസ്ര ശീർഷനായ വിരാട് പുരുഷന്റെ ഭാവത്തിലോ വിഷ്ണു എങ്ങനെയോ അതിൻ്റെ ഭാരം വഹിക്കുന്നു, അതിൻ്റെ ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കുന്നു, അതിനെ പാലിക്കുന്നു. മഹാദേവനും ദേവിയുടെ അനുഗ്രഹം കൊണ്ട് സംഹാരകാലത്ത് അതിനെ ഭസ്മമാക്കി തൻ്റെ ദേഹത്ത് ധരിക്കുന്നു എന്ന് പറഞ്ഞ് 3-ാം ശ്ലോകത്തിലും അതേ ദേവിയുടെ പാതാരവിന്ദത്തിലെ ധൂളിയുടെ മഹാത്മ്യം തുടർന്നു. അജ്ഞാനികൾക്ക് അവരുടെ അകത്തുള്ള ഇരുളിനെ ഇല്ലാതാക്കുന്ന സൂര്യദേവന്റെ ഉദയദ്വീപാണ് ദേവിയുടെ പാദധൂളി. അതുപോലെ മന്ദബുദ്ധികളായിട്ടുള്ളവർക്ക് ചൈതന്യമാകുന്ന പൊങ്കുത്തിൽ നിന്നൊഴുകുന്ന നറും തേനിന്റെ പ്രവാഹമാണ്. ദരിദ്രന്മാർക്ക് ചിന്താമണി രത്നം കൊണ്ട് നിർമ്മിച്ച ഒരു മാല തന്നെയാണ്, അല്ലെങ്കിൽ ചിന്താമണി രത്നത്തിന്റെ സമൂഹം തന്നെയാണ് ദേവിയുടെ പാദധൂളി. സംസാരസാഗരത്തിൽ നിമഗ്നരായി കിടക്കുന്നവർക്ക് സാക്ഷാൽ വിഷ്ണു ഭഗവാന്റെ വരാഹാവതാരത്തിലുള്ള ദംഷ്ട്ര എങ്ങനെയാണോ ഭൂമിയെ ഉദ്ധരിച്ചത് അതുപോലെ ഉദ്ധരിക്കുന്ന
ആ ഒരു മാഹാത്മ്യമുള്ളതാണ് എന്ന് ദേവിയുടെ പാദധൂളി ഏതെല്ലാം തരത്തിൽ നമ്മളെ അനുഗ്രഹിക്കുന്നു, ലോകത്തിൽ എല്ലാവരെയും അനുഗ്രഹിക്കുന്നു, ധർമ്മ അർത്ഥ കാമ മോക്ഷങ്ങളാകുന്ന പുരുഷാർത്ഥങ്ങളെ നൽകാൻ ശക്തിയുള്ളതാണ് എന്ന് സൂചിപ്പിച്ചു. 4-ാമത്തെ ശ്ലോകത്തിൽ മറ്റു ദേവന്മാരെല്ലാവരും അവരുടെ 2 കൈകളെ കൊണ്ട് അഭയമുദ്രയും വരദമുദ്രയും കാണിച്ചുകൊണ്ട് പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ അമ്മേ ദേവിയാകട്ടെ അങ്ങനെ പ്രകടനമൊന്നും ഇല്ലാതെ, വേഷം കെട്ടൊന്നും ഇല്ലാതെ 14 ലോകങ്ങൾക്കും ശരണം കൊടുക്കുന്ന, അല്ലെങ്കിൽ സകല ബ്രഹ്മാണ്ടങ്ങൾക്കും സകലം കൊടുക്കുന്ന വൈഭവത്തോടു കൂടിയവളാണ്. അവരെ ഓരോരുത്തരും ആഗ്രഹിക്കുന്നതിൽ കൂടുതൽ നൽകാൻ കഴിവുള്ളവളും അല്ലെങ്കിൽ കൊടുക്കുന്നവളുമാണ്. എല്ലാ ഭയത്തിൽ നിന്നും രക്ഷിക്കുവാൻ ശക്തിയുമുള്ളതാണ് അമ്മയുടെ പാദങ്ങൾ 2 തന്നെ. അപ്പൊ പാദങ്ങൾ തന്നെ ഈ അഭയം നൽകാനും വരം നൽകാനും നിപുണങ്ങളായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് കൈകളുടെ ആവശ്യം ഇല്ല. കൈകളെ കൊണ്ട് അഭയവരദങ്ങൾ കാണിച്ചുകൊണ്ട് ആളുകളെ ആകർഷിക്കേണ്ട ആവശ്യമില്ല. അമ്മയുടെ സ്വതസിദ്ധമായിട്ടുള്ള സ്വഭാവമാണ് മക്കളെ രക്ഷിക്കുക എന്നുള്ളതും മക്കൾക്ക് പോഷണം നൽകുക എന്നുള്ളതും. മാതൃ ശബ്ദം തന്നെ അല്ലേ, അമ്മ അമ്മ എന്നുള്ളതിൻ്റെ സംസ്കൃതത്തിലുള്ള ശബ്ദം മാതൃ എന്നുള്ളതാണ് ശബ്ദം. അത് 2 ധാതുക്കളിൽ നിന്നാണ് ഉണ്ടാവുന്നത്. മാ തൃ, മാതി എന്നുള്ള മാങ് എന്നുള്ള ധാതുവും ത്രായത എന്നുള്ള ത്രാണ എന്നുള്ളതായിട്ടുള്ള ധാതു, ത്രാണനം ചെയ്യുന്നതും അറിയുന്നതും. മക്കൾക്ക് എന്താണ് വേണ്ടത് എന്ന് കൃത്യമായിട്ട് അറിഞ്ഞ് മക്കളെ രക്ഷിക്കുന്നവരാണ് യഥാർത്ഥ അമ്മമാർ, മാതാക്കൾ. ഇവിടെ ജഗന്മാതാവിന് ലോകത്തുള്ള സകലരും മക്കളാണ്. അവർക്കൊക്കെ ഓരോരുത്തർക്കും എന്തിന് അർഹതയുണ്ട്, എന്താണ് അവർക്ക് വേണ്ടത്, എന്താണ് അവർക്ക് ഹിതകരമായത് എന്ന് അറിയുന്നവളാണ്. ഓരോരുത്തർക്കും വേണ്ടതൊക്കെ നൽകി എല്ലാവരെയും രക്ഷിച്ചു കൊണ്ടിരിക്കുന്നത് ഈ ലോകങ്ങൾക്ക് മുഴുവൻ ശരണ്യയായ, എല്ലാവർക്കും ശരണം പ്രാപിക്കാൻ യോഗ്യയായ, സർവശക്തയായ ആ ദേവി തന്നെയാണ് എന്ന് ദേവിയുടെ മഹാത്മ്യത്തെ വീണ്ടും 4-ാം ശ്ലോകത്തിൽ പറഞ്ഞു. ഇനി 5ഉം 6ഉം ശ്ലോകങ്ങൾ ദേവിയുടെ അനുഗ്രഹത്തിന്റെ മഹാത്മ്യം ദൃഷ്ടാന്തമായി പറയുകയാണ്. 2 പേരുടെ കഥ പറഞ്ഞിട്ട് ദേവി ഉപാസകന്മാരായ 2 പേരെ ഉദാഹരണമായി എടുത്ത് കാണിക്കുകയാണ്. സാക്ഷാൽ മഹാവിഷ്ണുവും കാമദേവനും 2 പേരും ദേവി ഉപാസകന്മാരാണ്. 2 പേർക്കും ദേവിയുടെ ഉപാസന കൊണ്ട് എന്തെന്നില്ലാത്ത വൈഭവം, മാഹാത്മ്യം വന്നു ചേർന്നു. അപ്പൊ തീർച്ചയായിട്ടും അത് ദേവിയുടെ അനുഗ്രഹം തന്നെയാണ്, ദേവിയുടെ കാരുണ്യം തന്നെയാണ് എന്ന് സൂചിപ്പിക്കുന്നതാണ് 5ഉം 6ഉം ശ്ലോകങ്ങൾ. 5-ൽ തന്നെ 2 പേരെയും സൂചിപ്പിച്ചിട്ടുണ്ട്. 6 അതിൻ്റെ ഒന്നുകൂടെയുള്ള വ്യാഖ്യാനമാണ്. അപ്പൊ ആദ്യം 5-ാമത്തെ ശ്ലോകം ഒന്ന് പ്ലേ ചെയ്യാം. ഹരിസ്ത്വാമാരാധ്യ ഹരിസ്ത്വാമാരാധ്യ പ്രണതജനസൗഭാഗ്യജനനീം പ്രണതജനസൗഭാഗ്യജനനീം പുരാനാരീ ഭൂത്വാ പുരാനാരീ ഭൂത്വാ പുരരിപുമപി ക്ഷോഭമനയത് പുരരിപുമപി ക്ഷോഭമനയത് സ്മരോപി ത്വാം നത്വാ സ്മരോപി ത്വാം നത്വാ രതിനയനലേഹ്യേന വപുഷാ രതിനയനലേഹേന വപുഷാ മുനീനാമപ്യന്തഃ മുനീനാമപ്യന്തഃ പ്രഭവതി മോഹായ മഹതാം
ഭവതി മോഹായ മഹതാം. ഇവിടെ ആദ്യത്തെ 2 വരിയിൽ വിഷ്ണുവിനെ ഉദാഹരിക്കുന്നു. പിന്നത്തെ 2 വരിയിൽ കാമദേവനെ ഉദാഹരിക്കുന്നു. ആദ്യത്തെ 2 വരി നോക്കാം. ഹരിഹി ത്വാം ആരാധ്യ, ഹരിസ്ത്വാം ആരാധ്യ പ്രണതജന സൗഭാഗ്യജനനീം പുരാ നാരീ ഭൂത്വാ പുരരിപും അപി ശോഭം അനയത്. പുരരിപും അപി ശോഭം അനയത്, ഇതാണ് വാക്കുകള്. ഇപ്പൊ പുരാ പണ്ട്, മുമ്പൊരിക്കൽ എന്നൊക്കെ അർത്ഥം. ഹരിഹി, ആ ഹരി വിഷ്ണു ഭഗവാൻ, മഹാവിഷ്ണു, പ്രണതജന സൗഭാഗ്യജനനീം ത്വാം ആരാധ്യ. പ്രണതജന സൗഭാഗ്യജനനീം ത്വാം ആരാധ്യ. പ്രണതജനം എന്ന് പറഞ്ഞാൽ പ്രണമിക്കുന്ന ജനം, ദേവിയെ ശരണം പ്രാപിക്കുന്ന ജനം. കായേന വാച മനസ എല്ലാ രീതിയിലും ദേവിയുടെ മുമ്പിൽ ചെന്ന് അഭയം പ്രാപിക്കുന്നവർ, ശരണാഗതി ചെയ്യുന്നവരാണ് പ്രണതജനം. പ്രണതർ എന്ന് പറഞ്ഞാൽ പ്രണമിക്കുന്നവർ, ശരണം പ്രാപിക്കുന്നവർ, അടിവണങ്ങുന്നവർ എന്നൊക്കെ പറയാം. അപ്പൊ പ്രണതജനങ്ങൾക്ക് സൗഭാഗ്യജനനിയാണ് ദേവി. അപ്പൊ ദേവിയെ വിശേഷിപ്പിച്ചതാണ് പ്രണതജന സൗഭാഗ്യജനനീ എന്ന്. അതിന്റെ ദ്വിതീയാണ് ജനനീം എന്ന അനുസ്വാരത്തോടുകൂടി. അപ്പോ പ്രണതജനാനാം സൗഭാഗ്യം ജനയതീതി സൗഭാഗ്യജനനി. അവർക്ക് എല്ലാ സൗഭാഗ്യങ്ങളെയും ജനിപ്പിക്കുന്നവളാണ്, നൽകുന്നവളാണ്. ആര് വന്ന് ദേവിയുടെ പാദങ്ങളിൽ വന്ന് ശരണം പ്രാപിച്ചാലും, ശരീരം കൊണ്ട് സാഷ്ടാംഗ നമസ്കാരം ചെയ്താലും, വാക്കുകളെ കൊണ്ട് ദേവിയെ സ്തുതിച്ചാലും, മനസ്സുകൊണ്ട് ദേവിയെ സ്മരിച്ചാലും, ഏത് പ്രകാരത്തിലാണെങ്കിലും പ്രണതജന സൗഭാഗ്യജനനീം, അങ്ങനെയുള്ള അവർക്ക് സൗഭാഗ്യത്തെ നൽകുന്നവളായ ത്വാം ആരാധ്യ, നിന്നെ ആരാധിച്ചിട്ട്, ദേവിയെ ഉപാസിച്ചിട്ട്, പുരാ പണ്ട്, നാരീഭൂത്വ നാരിയായി ഭവിച്ചിട്ട്, സ്ത്രീയായി ഭവിച്ചിട്ട്. മഹാവിഷ്ണു സ്ത്രീയായി ഭവിച്ചു എന്നാണ്. എന്നിട്ടോ പുരരിപും അപി ക്ഷോഭം അനയത്. പുരരിപും അപി, പുരരിപുവിന് പോലും, ത്രിപുരാന്തകനായ പുരരിപു എന്നുള്ളത് ത്രിപുര ദഹനം ചെയ്തവൻ മഹാദേവൻ. അപ്പൊ പുരരിപുവായ മഹാദേവന് പോലും ക്ഷോഭം അനയത്, ക്ഷോഭത്തെ ഉണ്ടാക്കി എന്നർത്ഥം. അപ്പൊ എന്താ പറയുക, പുരാരിയും കാമാരിയുമായ മഹാദേവന് പോലും മനസ്സിന് വികാരമുണ്ടാക്കി, വിക്ഷോഭമുണ്ടാക്കി. അദ്ദേഹത്തെ പോലും കാമപരവശനായി വലിച്ച് ഇഴച്ച് തൻ്റെ പുറകെ ഓടിച്ചു കൊണ്ടുപോയി. ആരാ? മഹാവിഷ്ണു സ്ത്രീ രൂപമെടുത്തിട്ട്. ആ മഹാവിഷ്ണുവിന്റെ സ്ത്രീ രൂപത്തെയാണ് നമ്മൾ മോഹിനി അവതാരം എന്ന് പറയുന്നത്. എല്ലാവർക്കും അറിയാം അല്ലെ? പാലാഴി മഥനം കഴിഞ്ഞതായിട്ട് സന്ദർഭത്തിൽ അമൃതം പൊങ്ങി വന്ന സമയത്ത് ധന്വന്തരി ഭഗവാൻ അമൃത കലശവുമായി വന്നപ്പോൾ അതിസാമർത്ഥ്യക്കാരും ബലവാന്മാരുമായിട്ടുള്ള അസുരന്മാര് തട്ടിയെടുത്തു, അമൃത കലശത്തെ തട്ടിയെടുത്തു. ആർക്ക് വേണ്ടിയിട്ടാണോ ഈ അമൃത മഥനം നടന്നത്, ആ ദേവന്മാർ നിരാശരായി, അവർക്ക് കിട്ടിയില്ല. അവർ ഭഗവാൻ വിഷ്ണുവിനെ തന്നെ ആശ്രയിച്ചു, ശരണം പ്രാപിച്ചു. അപ്പൊ അവരുടെ വിഷമം മാറ്റിക്കൊടുക്കാൻ വേണ്ടി വിഷ്ണു ഭഗവാൻ തന്നെ സ്വയം ഒരു സ്ത്രീ രൂപമണിഞ്ഞു. അതാണ് മോഹിനി അവതാരം. അങ്ങനെ മോഹിനിയായി ഈ അസുരന്മാരുടെ മുമ്പിലൂടെ പന്തടിച്ച് കളിച്ചുകൊണ്ട് അവരെ ഭ്രമിപ്പിച്ചു, അവരെ മോഹിപ്പിച്ചു. അങ്ങനെ അസുരന്മാരെല്ലാം ദേവിയുടെ പുറകെ, മോഹിനിയുടെ പുറകെ വന്നു. ഈ അമൃത കലശം അവരുടെ കയ്യിലുണ്ടായിരുന്നത് അവർ തന്നെ സ്വയം മോഹിനിയെ ഏൽപ്പിച്ചിട്ട് ഇത് ഞങ്ങൾക്കെല്ലാം പങ്കിട്ടു തരൂ എന്ന് പറഞ്ഞു. മോഹിനി അവരെ മോഹിപ്പിച്ചുകൊണ്ട് തന്നെ പറഞ്ഞു, എന്നെ പോലൊരു വ്യവസ്ഥയില്ലാത്തൊരു സ്ത്രീക്ക്
ഒരു വ്യഭിചാരിണിയെ പോലെ നടക്കുന്ന ചപലയായ ഒരു സ്ത്രീയുടെ കയ്യിൽ നിങ്ങൾ എങ്ങനെ വിശ്വസിച്ചതെല്ലാം കൊടുക്കണു എന്ന് ചോദിച്ചപ്പോൾ അവർക്ക് കൂടുതൽ വിശ്വാസമായി. ഈ ദേവി തന്നെ അതൊക്കെ ഞങ്ങൾക്ക് വിഭജിച്ചു തന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ മോഹിനി പറഞ്ഞു, ഞാൻ വിഭജിക്കുന്നത് എൻ്റെ ന്യായത്തിനനുസരിച്ചായിരിക്കും, നിങ്ങൾക്ക് സമ്മതമാണോ? നിങ്ങൾ എതിർ പറയാൻ പാടില്ല, പിന്നെ ഞാൻ ഇത് എൻ്റെ ഇഷ്ടത്തിന് പങ്കിട്ട് കൊടുത്താൽ എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാം മോഹിതരായ അസുരന്മാരെല്ലാം സമ്മതിച്ചു. അങ്ങനെ അസുരന്മാരെ മോഹിപ്പിച്ചുകൊണ്ട് അവർക്ക് കൊടുക്കുന്നത് പോലെ ഭാവിച്ച് അവരെ കൊതിപ്പിച്ചുകൊണ്ട് അവർക്ക് ചിന്തിക്കാൻ പോലും സാമർഥ്യമില്ലാതെ പരവശരാക്കിക്കൊണ്ട്, കാമപരവശരാക്കിക്കൊണ്ട് ദേവന്മാർക്ക് അമൃതം വിതരണം ചെയ്തു. അങ്ങനെ ദേവന്മാർ മാത്രം അമൃതം സേവിച്ചു. അവരുടെ നഷ്ടപ്പെട്ടതായിട്ടുള്ള യൗവനം അവർക്ക് വീണ്ടും കിട്ടി. ജരാനരകളൊക്കെ പോയി. അങ്ങനെ അവർ വീണ്ടും ശക്തന്മാരായി, വീണ്ടും അവർക്ക് സ്വർഗത്തിന്റെ ആധിപത്യമൊക്കെ തിരിച്ചു കിട്ടുകയാണ്. അപ്പൊ ഈ കഥ അറിഞ്ഞതായിട്ടുള്ള മഹാദേവൻ കൈലാസത്തിൽ നിന്ന് പാർവതീദേവിയോടുകൂടി നന്ദിവാഹനനായി മറ്റു ഭൂതഗണങ്ങളോടുകൂടി വൈകുണ്ഠത്തിൽ ചെന്ന് വിഷ്ണുവിനോട് പറയുന്നുണ്ട്, അങ്ങ് ഇങ്ങനെ ഒരു വേഷം കെട്ടിയെന്ന് ഞാൻ കേട്ടു, വളരെ ഗംഭീരായിരുന്നു എന്ന് എല്ലാവരും പറയണ കേട്ടു. ഞാൻ ആ സമയത്ത് അവിടെ ഉണ്ടായില്ല, എനിക്ക് കൂടി ഒന്ന് കാണണം, ആ വേഷം എനിക്ക് ഒന്ന് കാണിച്ചു തരുമോ എന്ന് ചോദിക്കുന്നുണ്ട്. ഈ സമയത്ത് ചിരിച്ചുകൊണ്ട് മഹാവിഷ്ണു അന്തർദാനം ചെയ്ത് വേറൊരു ഭാഗത്ത് മോഹിനിയായി അവതരിച്ചു. ഒന്നുകൂടെ പന്തടിച്ച് കളിച്ച് അർദ്ധനഗ്നത പ്രകടിപ്പിച്ചുകൊണ്ട് തൻ്റെ വസ്ത്രങ്ങളൊക്കെ സ്ഥാനം തെറ്റിയതായിട്ട് ശങ്കരന്റെ മുമ്പിലൂടെ അങ്ങനെ വിലാസങ്ങളൊക്കെ കാണിച്ചതായിട്ടുള്ള സമയത്ത് സാക്ഷാൽ കാമദേവനെ മൂന്നാം തൃക്കണ്ണുകൊണ്ട് ചുട്ടെരിച്ചു കളഞ്ഞ ആ മഹാദേവൻ പോലും തൻ്റെ ഭാര്യ കൂടെയുണ്ട്, ഭൂതഗണങ്ങളൊക്കെ ഉണ്ട്, നന്ദിവാഹനനായിട്ടാണ് ചെന്നത് എന്നെല്ലാം മറന്നുകൊണ്ട് മോഹിനിയെ ആലിംഗനം ചെയ്യാനായിക്കൊണ്ട് പുറകെ പായുന്നുണ്ട്. അങ്ങനെ സാക്ഷാൽ കാമാരിയായ ത്രിപുരാന്തകനായ മഹാദേവന് പോലും ആ മോഹിനിയിൽ ഭ്രമം ഉണ്ടായി. മായാമോഹിനിയുടെ മായയിൽ മോഹിച്ചു. വാസ്തവത്തിൽ ആ മായാമോഹിനിയുടെ മായ എന്ന് പറയുന്നത് ആരാണ്? ഈ ദേവി തന്നെയാണ്. ദേവിയെ തന്നെയാണ് മായ എന്ന് പറയുന്നത്. അപ്പോൾ ദേവിയുടെ മായാശക്തിയെ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് മഹാവിഷ്ണു മായാമോഹിനി വേഷം കെട്ടിയത്. അതിനുള്ള ശക്തി എങ്ങനെയാണ് മഹാവിഷ്ണുവിന് കിട്ടിയത് എന്നിവിടെ പറയാണ് ആചാര്യ ഭഗവത്പാദര്, ദേവിയെ ആരാധിച്ചതിൻ്റെ ഫലമായിട്ട് എന്ന്. അപ്പോൾ മഹാവിഷ്ണു ദേവിയുടെ വലിയൊരു ആരാധകനാണ്, ഒരു ഉപാസകനാണ്. ശ്രീവിദ്യാ മന്ത്രത്തിന്റെ പഞ്ചദശാക്ഷരി എന്ന് പറയുന്ന ആ മന്ത്രത്തിന്റെ ഒരു ഋഷി കൂടിയാണ് മഹാവിഷ്ണു. ഋഷി എന്ന് പറഞ്ഞാൽ മന്ത്രദ്രഷ്ട, അല്ലെങ്കിൽ മന്ത്രത്തിന്റെ സിദ്ധി വരുത്തിയ, അതിൻ്റെ പുരസ്ചരണാദികൾ ചെയ്ത് ഉപാസിച്ച് മന്ത്രത്തിന്റെ സിദ്ധി വരുത്തിയ ആളും കൂടിയാണ് മഹാവിഷ്ണു. അപ്പൊ ദേവിയുടെ ഈ പഞ്ചദശാക്ഷരി മന്ത്രത്തിന്റെ വലിയൊരു ഉപാസകനാണ് മഹാവിഷ്ണു. ആ ഉപാസനയുടെ ഫലമായിട്ട് ദേവി പ്രസാദിച്ച സൗഭാഗ്യ ജനനിയാണല്ലോ. തന്നെ ആരാധിക്കുന്നവർക്ക്, പ്രണതജനങ്ങൾക്ക് സൗഭാഗ്യ ജനനിയായ ദേവി വിഷ്ണുവിനും ആ ഒരു സൗഭാഗ്യത്തെ ജനിപ്പിച്ചു കൊടുത്തു. മഹാദേവനെ പോലും മയക്കുവാനുള്ളതായിട്ടുള്ള, അദ്ദേഹത്തിന്റെ മനസ്സിനെ പോലും മഥിക്കുവാനുള്ള, ക്ഷോഭിപ്പിക്കുവാനുള്ളതായിട്ടുള്ള സാമർഥ്യം ആ മഹാവിഷ്ണുവിനുണ്ടായത് ദേവിയുടെ അനുഗ്രഹമാണ് എന്ന് ഈ ആദ്യത്തെ 2 വരിയിലെ ആ മോഹിനി അവതാരത്തെ അനുസ്മരിച്ചുകൊണ്ട് പറയുന്നു. ഹരിസ്ത്വാം ആരാധ്യ പ്രണതജന സൗഭാഗ്യജനനീം പുരാ നാരീഭൂത്വ പുരരിപും അപി ക്ഷോഭം അനയത്. അതുപോലെ കാമദേവനെയും ഉദാഹരിക്കുകയാണ് അടുത്ത 2 വരികളിൽ. സ്മരോപി സ്മരഹ അപി, സ്മരനും എന്നർത്ഥം. സ്മരൻ എന്ന് പറഞ്ഞാല് കാമദേവൻ തന്നെയാണ് അർത്ഥം. എല്ലാവരാലും മനസ്സിൽ സ്മരിക്കപ്പെടുന്നവനായതുകൊണ്ടാണ് നമ്മളൊക്കെ ആഗ്രഹങ്ങൾ എങ്ങനെയാണ്? നമ്മുടെ മനസ്സിലാണ്, അല്ലെ? മനസ്സിൽ സ്മരിക്കുകയാണ് നമ്മൾ, വിഷയങ്ങളെ ധ്യാനിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഭഗവാൻ ഗീതയിൽ പറയും, വിഷയാൻ ധ്യായതോ വിഷയാൻ പുംസഃ.
സംഘസ്തേഷു ഉപജായത. അപ്പൊ നമ്മൾ വിഷയങ്ങളെ ധ്യാനിക്കുകയാണ് ചെയ്യുന്നത്. ആ വിഷയധ്യാനം തന്നെയാണ് കാമം. ആ വിഷയധ്യാനത്തിൽ നിന്ന് തന്നെയാണ് കാമം ഉണ്ടാകുന്നത്, അല്ലെ? വിഷയാൻ ധ്യായതോ വിഷയാൻ പുംസഃ സംഘസ്തേഷു ഉപജായതേ സംഘാത് സഞ്ജായതേ കാമഃ. അപ്പൊ നമ്മുടെ സ്മരണയിൽ നിന്നാണ് കാമദേവൻ ഉണ്ടാവുന്നത്, നമ്മുടെ സങ്കല്പത്തിൽ നിന്നാണ് കാമൻ ഉണ്ടാവുന്നത്. ഭഗവാൻ ഗീതയിൽ വീണ്ടും പറയുന്നുണ്ട്, സങ്കല്പ പ്രഭവാൻ കാമാൻ. സങ്കല്പത്തിൽ നിന്നാണ് കാമം ഉത്ഭവിക്കുന്നത്. അപ്പൊ നമ്മൾ ഓരോ വിഷയങ്ങളെ കുറിച്ച്, അതിൻ്റെ മാഹാത്മ്യം, അതിൻ്റെ ശോഭന, അതിനെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുമ്പോൾ അതിനോട് നമുക്ക് കാമം ഉണ്ടാകുന്നു. ഇന്ന വസ്തു കൊള്ളാം, ഇന്ന വിഷയം കൊള്ളാം എന്നിങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ അതിനോട് ആഗ്രഹം ജനിക്കുന്നു. അതുകൊണ്ട് കാമദേവൻ എന്ത് പേര്? സ്മരൻ എന്ന്, സ്മരിക്കപ്പെടുന്നവൻ എന്നർത്ഥം. എല്ലാവരാലും മനസ്സിൽ ചിന്തിക്കപ്പെടുന്നവൻ. അങ്ങനെയുള്ള സ്മരോപി ത്വാം നത്വ, ത്വാം ദേവിയെ നത്വ, നദി ചെയ്തിട്ട് നമസ്കരിച്ചിട്ട് എന്നർത്ഥം. നത്വ എന്ന് പറഞ്ഞാൽ നമസ്കരിച്ചിട്ട്, നമനം കൃത്വ രതിനയന ലേഹ്യേന വപുഷ മുനീനാമപി അന്തഃ പ്രഭവതി മോഹായ മഹത. ഈ കാമദേവന് സ്വന്തമായ ഒരു ശരീരമില്ല. എന്ത് പറ്റി? മഹാദേവൻ തന്റെ നേത്രാഗ്നി കൊണ്ട് കാമദേവന്റെ ശരീരത്തെ ദഹിപ്പിച്ചു കളഞ്ഞു. അതുകൊണ്ട് ദേഹമില്ലാത്തവൻ എന്നുള്ള അർത്ഥത്തിൽ കാമദേവന് മറ്റൊരു പേരുണ്ട്, അനങ്കൻ എന്ന്. അംഗമില്ലാത്തവൻ അനങ്കൻ. അപ്പൊ എപ്പോഴാണിത് സംഭവം ഉണ്ടായത്? സാക്ഷാൽ പാർവതി ദേവി മഹാദേവനെ ഭർത്താവായി കിട്ടാനായിട്ട് കഠിനമായ തപസ്സനുഷ്ഠിക്കുന്നതായിട്ടുള്ള സമയത്ത് മഹാദേവനും വലിയ തപസ്സിലായിരുന്നു, ധ്യാനനിരതനായിരുന്നു, സമാധിനിഷ്ഠനായിരുന്നു. അപ്പൊ ആ മഹാദേവനെ അദ്ദേഹത്തിന്റെ ധ്യാനത്തിൽ നിന്ന് ഉണർത്താൻ വേണ്ടി കാമദേവൻ സഹായിക്കാൻ ചെന്നതാണ്. കാമദേവനും വസന്ത ഋതുവും മലയമാരുതനും അപ്സരസ്സുകളും എല്ലാം കൂടി ചെന്ന് മഹാദേവന്റെ മുമ്പിൽ, ധ്യാനനിരതനായിരിക്കുന്ന മഹാദേവന്റെ മുമ്പിൽ ചെന്ന് അവരുടേതായിട്ടുള്ള ചേഷ്ടകളൊക്കെ ചെയ്ത് അദ്ദേഹത്തെ എന്താ പറയുക, പ്രലോഭിപ്പിച്ച് അദ്ദേഹത്തിന്റെ സമാധിയിൽ നിന്ന് ഉണർത്താൻ ശ്രമിച്ചു. പക്ഷേ ഇവർ പ്രലോഭിക്കാൻ ചെന്നത് മഹാദേവൻ പ്രകോപിതനാവുകയാണ് ചെയ്തത്. അദ്ദേഹം ഇവരുടെ ശല്യം കൊണ്ട് ഉണർന്ന് കണ്ണു തുറന്നു നോക്കി ദേഷ്യത്തോടുകൂടെ തന്റെ മൂന്നാം തൃക്കണ്ണുകൊണ്ട് കാമദേവനെ ദഹിപ്പിച്ചു കളഞ്ഞു. അങ്ങനെ കാമദേവൻ ഭസ്മമായി പോയി. അതുകൊണ്ട് കാമാരി എന്ന മഹാദേവന് പേരുണ്ട്. മന്മദാരി, മന്മദരിഭു, കാമാരി എന്നൊക്കെ മഹാദേവന് പേര് കിട്ടി. പക്ഷെ പിന്നീട് പാർവതി ദേവിയെ തന്നെ മഹാദേവൻ വിവാഹം കഴിച്ചു. അപ്പോ മന്മഥന്റെ പത്നിയായ രതീദേവി പാർവതി ദേവിയെ സമീപിച്ചു. അമ്മയ്ക്ക് വേണ്ടി എന്റെ ഭർത്താവ് അദ്ദേഹത്തിന്റെ ദേഹത്യാഗം ചെയ്ത് ഞാൻ വിധവയായി, ഇപ്പൊ ദേവി സുമംഗളയായി സുഖമായി കഴിയുന്നു. അപ്പൊ എന്റെ കാര്യം ഒന്ന് പരിഗണിക്കണം. എന്റെ ഭസ്മമായി പോയ എന്റെ ഭർത്താവിനെ അമ്മ വിചാരിച്ചാൽ ജീവിപ്പിക്കാൻ കഴിയും. അതുകൊണ്ട് എന്റെ ഭർത്താവിനെ ഒന്ന് ജീവിപ്പിക്കണം എന്ന് പറഞ്ഞു. അപ്പോ ദേവി തന്നെ മഹാദേവനോട് ചെന്ന് പറഞ്ഞു. മഹാദേവനല്ലേ ദഹിപ്പിച്ചത്, അപ്പൊ മഹാദേവന്റെ സമ്മതത്തോടു കൂടി വേണ്ടി അത് ചെയ്യാൻ. അപ്പൊ മഹാദേവനോടുകൂടി ചെന്ന് പറഞ്ഞപ്പോ മഹാദേവൻ പറഞ്ഞു, തൽക്കാലം അദ്ദേഹത്തിന് ശരീരം വേണ്ട, ശരീരമില്ലാതെ അദ്ദേഹം എല്ലാ ജീവജാലങ്ങളുടെയും മനസ്സിൽ ഇരിക്കട്ടെ, അനങ്കനായിട്ട്. ശരീരമില്ലാതെ എല്ലാവരുടെയും മനസ്സിൽ സൂക്ഷ്മരൂപിയായിരിക്കട്ടെ. അതുകൊണ്ട് അദ്ദേഹത്തിന് മനസ്സിജൻ എന്നും കൂടി പേര് കിട്ടി. മന്മഥൻ എന്നും. മന്മഥൻ എന്ന് പറഞ്ഞാൽ എന്താ? മനസ്സിനെ മഥിക്കുന്നവൻ എന്നാണ് അർത്ഥം. അപ്പൊ എല്ലാവരുടെ മനസ്സിലും ഇരുന്നു കൊണ്ട് മനസ്സിനെ മഥിക്കുന്നവനായി, മനസ്സിജനായി, മനസ്സിൽ ജനിക്കുന്നവനായി, അനങ്കനായി മാറി കാമദേവൻ. അപ്പോ ആ കാമദേവനെ ബാക്കി ആർക്കും കാണാൻ പറ്റില്ല. പക്ഷേ രതിക്ക് മാത്രം അനുഗ്രഹം കൊടുത്തു, നിനക്ക് മാത്രം കാണാം. നിന്റെ ഭർത്താവല്ലേ, പതിവ്രതയായ നിനക്ക് നിന്റെ ഭർത്താവിനെ കാണാം, വേറെ ആർക്കും കാണാനും കഴിയില്ല. അതാണ് ഇവിടെ പറഞ്ഞത്, രതിനയന ലേഹ്യേന വപുഷ. കാമദേവന്റെ വപുസ് രതിനയനങ്ങൾക്ക് മാത്രം ലേഹ്യം. ലേഹ്യം എന്ന് പറഞ്ഞാല് ആസ്വദിക്കുന്നത് എന്നുള്ള അർത്ഥത്തിലാണ്. നമ്മൾ ലേഹ്യമൊക്കെ എങ്ങനെ തിന്നുക?
ലേഹ്യം എങ്ങനെ ഭക്ഷിക്കുക? നല്ലപോലെ നാവിലിട്ട് ആസ്വദിച്ചുകൊണ്ട്, അലിയിച്ചുകൊണ്ട്, അല്ലേ? അപ്പൊ ഇവിടെ രതിയുടെ നയനങ്ങൾക്ക് ലേഹ്യമായിരിക്കുന്നതാണ് ആര്? ഇദ്ദേഹത്തിന്റെ വപുസ്. രതിയുടെ കണ്ണുകൾക്ക് ആസ്വാദ്യകരമായിരിക്കുന്ന മനോഹരമായ രൂപമാണ് കാമദേവനുള്ളത്. രതി നയനങ്ങൾക്ക് മാത്രം, ബാക്കിയുള്ളവർക്കൊന്നും ഈ കാമദേവനെ കാണാൻ കിട്ടില്ല. അപ്പൊ രതിനയനങ്ങൾക്ക് ലേഹ്യമായിരിക്കുന്ന വപുസ്സോടുകൂടിയിരിക്കുന്ന ആ കാമദേവൻ എന്ന് വെച്ചാൽ എന്താ അർത്ഥം? സ്വന്തമായിട്ടൊരു ശരീരം പോലും ഇല്ലാത്തവൻ, അശരീരനായിരിക്കുന്നവൻ, അനന്ത്യനായിരിക്കുന്നവൻ, ദേഹം പോലും ഇല്ലാതെ പോലും എന്ത് ചെയ്യുന്നു അദ്ദേഹം? മുനീനാമപി അന്തഃ പ്രഭവതി മോഹായ മഹതാം. മുനീനാമപി, മുനികൾ എന്ന് പറഞ്ഞാലോ നല്ല ഇന്ദ്രിയ നിയന്ത്രണമുള്ളവരാണ്, വിവേകികളാണ്, മനനശീലന്മാരാണ്, മൗനശീലന്മാരാണ്, ശമം ദമം മുതലായ തപസ്സുകൾ ഉള്ളവരാണ്. ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും ഒക്കെ നല്ല അടക്കമുള്ളവരെയാണ് മുനികൾ എന്ന് പറയുക. അന്തർമുഖരാണ് അവര്, ബഹിർമുഖരല്ല. അങ്ങനെയുള്ള അന്തർമുഖരായ മുനികൾക്ക് പോലും അന്തഃ മോഹായ മഹതാം മോഹായ പ്രഭവതി, അവരുടെ അന്തഃ, അവരുടെ ഉള്ളിൽ മഹതാം മോഹായ, മഹത്തായ മോഹത്തിന്. ഇനി മഹതാം എന്നുള്ളത് മഹതാം മുനീനാം അഭി എന്നും അന്വയിക്കാം. മഹാന്മാരായ മുനികളുടെ പോലും അകത്തിരുന്നു കൊണ്ട്, അവരുടെ മനസ്സിലിരുന്നു കൊണ്ട്, അവരുടെ മനസ്സിനെ മോഹിപ്പിക്കുന്നതിന് പ്രഭവതി ഹി, പ്രഭാവമുള്ളവനായി, ശക്തിയുള്ളവനായി ഭവിച്ചിരിക്കുന്നു നിശ്ചയം. അപ്പൊ ശരീരമില്ലാത്ത അനങ്കനായ കാമദേവൻ പോലും മുനിമാരെ മോഹിപ്പിക്കുന്നതിൽ സാമർഥ്യമുള്ളവനായിരിക്കുന്നു. മുനിമാരെ അപി എന്ന് പറയുന്നതിലൂടെ ബാക്കിയുള്ള ലോകത്തിന്റെ കാര്യം പറയാനില്ല. വലിയ ഇന്ദ്രിയ നിയന്ത്രണമുള്ളവരും അന്തർമുഖരുമായിട്ടുള്ള മഹതാം മുനീനാം അപി, മഹാത്മാക്കളായ മുനിമാരെ പോലും അവരുടെ ഉള്ളിൽ മോഹത്തെ ജനിപ്പിക്കുന്നതിന് സമർത്ഥനായി ഭവിക്കുന്നു ഈ കാമദേവൻ. എങ്കിൽ അദ്ദേഹം ലോകങ്ങളെ മുഴുവൻ ജയിക്കുന്നു എന്നർത്ഥം തന്നെയാണ്. മുനികളെ പോലും ജയിക്കണമെങ്കിൽ ബാക്കിയുള്ള സാധാരണക്കാരായ പ്രാകൃതന്മാരായ ജനങ്ങൾ അദ്ദേഹത്തിന്റെ മുമ്പിൽ നിസ്സാരന്മാരാണ്. കാമദേവൻ ജയിക്കാത്തവരായിട്ട് ഈ ഭൂമിയിൽ ആരുമില്ല. സാക്ഷാൽ ബ്രഹ്മദേവൻ പോലും കാമദേവന്റെ പിടിയിൽപ്പെട്ട ആളാണ്. ബ്രഹ്മദേവൻ പോലും കാമനാൽ ബാധിക്കപ്പെട്ട ആളാണ്. ഒരൊറ്റ ആള് മാത്രമേ ഉള്ളൂ കാമനാൽ ബാധിക്കപ്പെടാതിരുന്ന ആള്, സാക്ഷാൽ ഭഗവാൻ നാരായണൻ. അദ്ദേഹത്തിന്റെ നരനാരായണ അവതാരത്തിലും ആ നാരായണനായി കാമദേവൻ വന്ന് അദ്ദേഹത്തെ മോഹിപ്പിക്കാൻ ശ്രമിച്ചതായിട്ടുള്ള സമയത്ത് അദ്ദേഹം അതിൽ മോഹിതനാവാതെ ഉർവശിയെ കാമദേവന് സമ്മാനമായി കൊടുക്കുകയും കൂടി ചെയ്തു. അത് കണ്ട് ലജ്ജിച്ച് ഭയപ്പെട്ടുകൊണ്ട് കാമദേവനും മറ്റ് അപ്സരസുകളൊക്കെ വന്നിടത്തേക്ക് തന്നെ, സ്വർഗത്തിലേക്ക് തന്നെ തിരിച്ചുപോയി. അപ്പൊ നാരായണ ഋഷി മാത്രമാണ് അദ്ദേഹത്തിന്റെ തപോബലം കൊണ്ട് കാമദേവന് കീഴടങ്ങാതിരുന്നിട്ടുള്ള ഒരേ ഒരാൾ. അപ്പൊ ബാക്കി എല്ലാവരും കാമദേവന്റെ വശത്ത് പെട്ടിട്ടുണ്ട്. മോഹിനിയുടെ പുറകെ പോയ മഹാദേവനടക്കം, ശങ്കരനടക്കം കാമദേവന്റെ പിടിയിൽപ്പെട്ടിട്ടുണ്ട്. അപ്പോ ആ കാമദേവന്റെ സാമർത്ഥ്യം എവിടുന്ന് കിട്ടി? ആ കാമദേവനും ദേവിയെ ഉപാസിച്ചവനാണ്, ദേവിയുടെ ഉപാസകനാണ്. ദേവി ഉപാസകന്മാരിൽ പ്രമുഖന്മാരിൽ അഗസ്ത്യരും ലോപാമുദ്രയും അതുപോലെ 7-8 ഋഷിമാര് പ്രമുഖരായ 12 പേര് പ്രമുഖരായിട്ടുള്ളവരുണ്ട്, ശ്രീവിദ്യാ ഉപാസകന്മാര്. അതിൽ ഒരാളാണ് ഈ കാമദേവനും. അദ്ദേഹവും ഒരു ഋഷി തുല്യനാണ്, ഈ മന്ത്രത്തിന്റെ സിദ്ധി വരുത്തിയ ആളാണ്. അപ്പൊ മഹാവിഷ്ണുവിനെ പോലെ തന്നെ പഞ്ചദശാക്ഷരി മന്ത്രത്തിലെ ഒരു പ്രത്യേക വിഭാഗത്തിന്റെ ഉപാസന ചെയ്ത് ദേവിയുടെ അനുഗ്രഹത്തിന് പാത്രീഭവിച്ചവനാണ് ഈ കാമദേവൻ എന്ന് പറയണം. അപ്പൊ ഇവർക്ക് 2 പേർക്കും, മഹാവിഷ്ണുവിനും കാമദേവനും ദേവിയുടെ അനുഗ്രഹം കൊണ്ട് ലോകങ്ങളെ മുഴുവൻ മോഹിപ്പിക്കുവാനുള്ള സാമർത്ഥ്യം കൈവന്നിരിക്കുന്നു. അപ്പൊ തീർച്ചയായിട്ടും ദേവിയെ ഉപാസിക്കുന്നവർക്കൊക്കെ ഇതുപോലെയുള്ളതായിട്ടുള്ള സാമർത്ഥ്യം ഉണ്ടാകും. ലോകത്തെ വശീകരിക്കാനുള്ളതായിട്ടുള്ള സാമർത്ഥ്യം വന്നു ചേരും എന്നും കൂടി പറയാതെ പറയുകയാണ്. കൂടുതൽ വ്യക്തമായിട്ട് പിന്നീട്
15, 16, 17 ശ്ലോകങ്ങളിലൊക്കെ ഒന്നുകൂടെ തുറന്നു പറയും. ഇവിടെ സൂചനയായിട്ട് ദേവി ഉപാസനയുടെ മാഹാത്മ്യം സൂചിപ്പിച്ചതാണ്. ഹരിസ്ത്വാമാരാധ്യ പ്രണതജന സൗഭാഗ്യജനനീം പുരാനാരീ ഭൂത്വാ പുരരിപുമപി ക്ഷോഭമനയത് സ്മരോപി ത്വാം നത്വാ രതിനയനലേഖ്യേന വപുഷാ മുനീനാമപ്യന്തഃ പ്രഭവതി മോഹായ മഹതാം. അടുത്ത ശ്ലോകം ഇതിന്റെ ഒന്നുകൂടെ കാമദേവൻ എങ്ങനെയാണ് ലോകങ്ങളെയൊക്കെ കീഴ്പ്പെടുത്തുന്നത്? അദ്ദേഹത്തിന്റെ കഴിവ് കൊണ്ടാണോ? അതോ അദ്ദേഹത്തിന്റെ കയ്യിലുള്ള ആയുധങ്ങളുടെ കഴിവ് കൊണ്ടാണോ? അതോ അദ്ദേഹത്തിന്റെ വാഹനത്തിന്റെയോ അദ്ദേഹത്തിന്റെ മന്ത്രിയുടെയോ സാരഥിയുടെയോ ആരുടെയെങ്കിലും കഴിവ് കൊണ്ടാണോ? അല്ലേ അല്ല. പിന്നെയോ ദേവിയുടെ ഒരൊറ്റ അനുഗ്രഹം കൊണ്ട്, കടാക്ഷം കൊണ്ട് മാത്രം. അല്ലാതെ കാമദേവന് സ്വതസിദ്ധമായിട്ടുള്ള ഒരു സാമർഥ്യവും ഇല്ല. കാമദേവന്റെ എല്ലാ സാമർഥ്യവും ദേവിയുടെ അനുഗ്രഹം ഒന്ന് മാത്രമാണ് എന്ന് സൂചിപ്പിക്കുന്നതാണ് ആറാമത്തെ ശ്ലോകം പ്ലേ ചെയ്യാം. धनुः पौष्पं मौर्वी मधुकरमयी पञ्चविशिखाः वसन्तः सामन्तो मलयमरुदायो धनरथः तथाप्येकः सर्वं हिमगिरिसुते कामपि कृपाम् अपाङ्गात्ते लब्ध्वा जगदिदमनङ्गो विजयते അപ്പോ ഈ കാമദേവൻ സ്വന്തം കഴിവുകൊണ്ടല്ല ഈ ലോകങ്ങളെ മുഴുവൻ വിജയിക്കുന്നത്. ഇതം ജഗത് സർവം വിജയത്തെ. ആര്? അനംഗഃ, ഏകഃ. അനങ്കൻ ഏകനായിട്ട് ഇതം ജഗത് സർവം വിജയത്തെ, ഈ ലോകത്തിലുള്ള സകലരെയും ജയിക്കുന്നു. മനുഷ്യർ മാത്രമല്ല, ദേവന്മാർ, അസുരന്മാർ, ഗന്ധർവന്മാർ, കിന്നരന്മാർ, വിദ്യാധരന്മാർ, യക്ഷന്മാർ, ജന്തുവർഗങ്ങളിൽപ്പെട്ട എല്ലാവരും ഒക്കെ ആർക്ക് അടിമയാണ്? ആരുടെ വശത്താണ്? കാമദേവന്റെ വശത്താണ്. അതുകൊണ്ടാണ് ഈ ലോകം നിലനിൽക്കുന്നത് തന്നെ. എല്ലാവരെയും കാമദേവൻ ജയിച്ചത് കൊണ്ടാണ് ഈ ലോകം ഇങ്ങനെ നിലനിൽക്കുന്നത്. എല്ലാവരും തിരിച്ച് കാമനെ ജയിച്ചാലോ ഈ ലോകം ഉണ്ടാവില്ല. എല്ലാം കുറ്റിയേറ്റു പോയിട്ടുണ്ടാവും, അല്ലേ? പ്രത്യുൽപാദനം എന്നുള്ള പ്രക്രിയ ഇവിടെ നിലച്ചു പോകും. അത് ജീവജാലങ്ങളിൽ എല്ലാറ്റിലും തന്നെ, സസ്യജാലങ്ങളിൽ തന്നെ, മനുഷ്യവർഗത്തിൽ തന്നെ, അതുപോലെ സകല ജീവരാശികളും കാമം എന്നുള്ളതായിട്ടുള്ള ഒരു വികാരത്താൽ കീഴ്പ്പെടുത്തപ്പെട്ടിട്ടില്ലെങ്കിൽ എല്ലാവരും വിരക്തന്മാരായിരിക്കും. ആർക്കും ഒരു താല്പര്യം ഉണ്ടാവില്ല ഈ പ്രപഞ്ചത്തെ വളർത്താൻ. അപ്പൊ തീർച്ചയായിട്ടും ദേവിയുടെ തന്നെ ഒരു അനുഗ്രഹം കാമദേവന് പ്രത്യേകമായിട്ട് കൊടുത്തിട്ടുണ്ട്. ആ ദേവിയുടെ അനുഗ്രഹം കിട്ടിയത് കൊണ്ടാണ് കാമദേവൻ ലോകത്തെ മുഴുവൻ കീഴ്പ്പെടുത്തി ഈ പ്രപഞ്ചത്തെ ഇങ്ങനെ നിലനിർത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ മഹാമായയുടെ ലീലയാണ് ഈ പ്രപഞ്ച സൃഷ്ടിയെല്ലാം. ആ ലീലയ്ക്ക് ഈ കാമദേവനെ ഒരു കരുവാക്കുകയാണ്, ഒരു ഉപകരണമാക്കുകയാണ് ദേവി ചെയ്യുന്നത്. തന്നെ ഉപാസിക്കുന്ന തൻ്റെ ഭക്തനായ കാമദേവനെ
ദേവി അനുഗ്രഹിച്ചുകൊണ്ട് ലോകങ്ങളെ മുഴുവൻ ജയിക്കാനുള്ള ഒരു സാമർഥ്യം കൊടുത്ത് അങ്ങനെ ഈ ലോകത്തെ നിലനിർത്തിപ്പോരുന്നു, രക്ഷിച്ചു പോരുന്നു. അപ്പൊ ദേവിയുടെ ഈ ജഗത്തിന്റെ സൃഷ്ടി, സ്ഥിതി എന്നിങ്ങനെയുള്ള വ്യാപാരങ്ങൾക്ക് ഒരു സഹായിയാണ്, ഒരു കിങ്കരനാണ് ആര്? കാമൻ. അതുകൊണ്ട് നമുക്ക് കാമനെ നേരിട്ട് കുറ്റം പറയാനൊന്നും നിവൃത്തിയില്ല. ദേവിയുടെ ഒരു കിങ്കരനാണ്. അപ്പൊ കാമനെ ജയിക്കാൻ നമുക്ക് ജയിക്കണം എന്നുണ്ടെങ്കിൽ ആരെയാണ് പിടിക്കേണ്ടത്? നമ്മള് കാമനോട് നേരെ അപേക്ഷിച്ചിട്ടും കാര്യമില്ല. അങ്ങേര് നിസ്സഹായനാണ്, അങ്ങേര് ദേവിയാൽ നിയുക്തനായിട്ടുള്ള ആളാണ്. അപ്പൊ ദേവിയെ തന്നെ നമുക്ക് ശരണം പ്രാപിക്കാം ഈ കാമന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാനായിക്കൊണ്ട്, കാമനെ നമുക്ക് തിരിച്ചു ജയിക്കാനായിക്കൊണ്ട്. ദേവിയുടെ അനുഗ്രഹം വേണം, മഹാമായയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കും കാമജയം സാധ്യമാവുകയുള്ളൂ. അവിടെ ആ കാമ നമസ്തേ സ്വാമിജി. ടീച്ചറെ ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് കൊടുക്കുക. കൃഷ്ണാനന്ദ സ്വാമികളെ വേറെ ലൈനിൽ കേറുന്നുണ്ട്. അത് കേറി കഴിഞ്ഞോ? അത് ഹോസ്റ്റ് ഏത് പേരിൽ ഞാൻ കേറിയിട്ടുണ്ട്. ഞാൻ കോ ഹോസ്റ്റ് ആക്കാം ആദ്യം. അല്ല, ഒന്ന് ടീച്ചർ ഒന്ന് കോ ഹോസ്റ്റ് ആക്കോ. ചെയ്യുന്നു. അയ്യോ, ഇപ്പൊ ശരിയാണ്. ഓക്കെ, ഇപ്പൊ ക്ലിയർ ആയി. അത് ഇതിൽ ലാപ്ടോപ്പിൽ കയറാൻ പറ്റുന്നില്ല, എന്തോ തകരാറാ. അപ്പോ കാമദേവന്റെ ആയുധങ്ങളെ എടുത്ത് പറയുകയാണ്. അതൊന്നും സാമർഥ്യമുള്ളവയല്ല എന്ന് പറയാൻ വേണ്ടി. ധനുഹു പൗഷ്പം മൗർവി മധുകരമയി പഞ്ചവിശിഗാഹ വസന്തഃ സാമന്തഃ മലയമരുത് ആയോധന രഥഃ. ഇങ്ങനെ കാമദേവന് സഹായമായിട്ടുള്ള വസ്തുക്കളെയും ആളുകളെയും ഒക്കെ എടുത്തു പറഞ്ഞു. എന്തൊക്കെയാണ്? ധനുഹു പൗഷ്പം. ധനുഹു എന്ന് പറഞ്ഞാൽ വില്ല്, ധനുസ്. അതെന്താണ്? പൗഷ്പം. പൗഷ്പം എന്ന് പറഞ്ഞാല് പുഷ്പമയം, മൃദുലങ്ങളായിട്ടുള്ള പുഷ്പങ്ങളെ കൊണ്ട് നിർമ്മിച്ചതാണ് കാമദേവന്റെ വില്ല്. അപ്പൊ അതിനെ ഒന്ന് അമുക്കി പിടിക്കാൻ പോലും പറ്റില്ല. അത് വളയ്ക്കാനോ ഒടിക്കാനോ എന്ന് പറഞ്ഞ് അതിൽ അസ്ത്രങ്ങൾ തൊടുക്കാനോ ഒന്നും പറ്റില്ല. പുഷ്പം കൊണ്ട് നിർമ്മിച്ചതാണ് അദ്ദേഹത്തിന്റെ വില്ല്. അപ്പൊ ഒട്ടും ശക്തിയില്ലാത്ത വസ്തുവാണ്. ഈ ലോകത്തിലേക്ക് വെച്ച് ഏറ്റവും മൃദുലമായിട്ടുള്ള വസ്തുക്കളാണ് പുഷ്പങ്ങൾ, അല്ലെ? നമ്മള് കോമളങ്ങളായിട്ടുള്ള മൃദുലങ്ങളായിട്ടുള്ള വസ്തുക്കളെ എപ്പോഴും പുഷ്പങ്ങളോടാണ് ഉപമിക്കുക. അപ്പൊ അത്രയും മൃദുവായിട്ടുള്ള വസ്തുവാണ് അദ്ദേഹത്തിന്റെ വില്ല്, പുഷ്പങ്ങൾ കൊണ്ട് നിർമ്മിച്ചത്. ധനുഹു പൗഷ്പം. മൗർവി മധുകരമയി. മൗർവി എന്ന് പറഞ്ഞാൽ ഞാണിന്റെ പര്യായമാണ്. അദ്ദേഹം ഞാണ്, ഈ വില്ലില് ഞാണ് ഏതാണ്? ഈ പുഷ്പമയമായിട്ടുള്ള വില്ലിൽ വണ്ടുകൾ വന്നിരിപ്പുണ്ട്, പരസ്പരം ചേർന്ന് ചേർന്ന് ചേർന്ന്. അനേക വണ്ടുകൾ ഒരറ്റത്തുനിന്ന് മറ്റേ അറ്റം വരെ നീണ്ടിരിക്കുന്നു. അതിനെയാണ് ഇവിടെ ഞാണായിട്ട് സങ്കല്പിക്കുന്നത്. വാസ്തവത്തിൽ ആ ഞാൻ വലിക്കാനൊന്നും പറ്റില്ല.
പരസ്പരം ബന്ധിച്ചിട്ടില്ല. അത് ബന്ധമുണ്ട് എന്ന് തോന്നൽ മാത്രമാണ്. വേറെ വേറെ നിൽക്കുന്ന വണ്ടുകളാണ്. പക്ഷെ ഈ പൂക്കളെ കൊണ്ടുള്ള വില്ലിൽ അതിലെ സുഗന്ധം കൊണ്ടും അതിലെ തേൻ നുകരാനുമായിട്ട് വന്ന് പറ്റിച്ചേർന്നിരിക്കുകയാണ്. മേലെ 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 വരി വരിയായിട്ട് അത്രയും ഒട്ടി ഒട്ടി ഇരിക്കുന്നത് കൊണ്ട് ഒരു ഞാൺ പോലെ ആയിട്ടുണ്ടത്. അതുകൊണ്ട് എന്താ പറയാ, മൗർവി മധുകരമയി, വണ്ടുകളെ കൊണ്ട് നിർമ്മിച്ചതാണ് ഞാണ്. പഞ്ചവിശികാഹ, ഈ കാമദേവന്റെ കയ്യില് വിശികങ്ങൾ, വിശിഖ എന്ന് പറഞ്ഞാല് അസ്ത്രമാണ്. വിശികാഹ അസ്ത്രങ്ങൾ എത്രയുണ്ട്? 5 ഉള്ളൂ. ആകെ പഞ്ചബാണൻ എന്ന് ഈ കാമദേവന് പേരുണ്ട്. 5 ബാണങ്ങൾ, 5 പുഷ്പങ്ങളാണ് അദ്ദേഹത്തിന്റെ കയ്യിലെ ബാണങ്ങള്. അശോകം, ചൂതം മുതലായിട്ടുള്ള 5 പുഷ്പങ്ങൾ. അപ്പോ 5 കഴിഞ്ഞ് 6ാമത്തെ ഒരു ആയുധം ഉണ്ടോന്ന് ചോദിച്ചാൽ ഇല്ല. ഈ 5 കഴിഞ്ഞാൽ പിന്നെ വെറുതെ ഇരിക്കേ നിവൃത്തിയുള്ളൂ. അതും പുഷ്പങ്ങളാണ്. എയ്ത് കഴിഞ്ഞാൽ ശത്രുവിനെ നിഹനിക്കാനൊന്നും അതിന് സാധിക്കില്ല. ശത്രുവിനെ തലോടുകയേ ഉള്ളൂ, സുഖിപ്പിക്കുകയേ ഉള്ളൂ ഈ പുഷ്പങ്ങളെ കൊണ്ട് അസ്ത്രം തൊടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ ശക്തിയുള്ളതല്ല അസ്ത്രങ്ങളും. അത് ആകെ 5 ഉള്ളൂ താനും. ഇനി അദ്ദേഹത്തിന്റെ മന്ത്രിയായോ സാരഥിയായോ സാമന്തനായിട്ടുള്ളതാരാണ്? വസന്ത. വസന്ത ഋതുവാണ്. വസന്ത ഋതുവാണ് അദ്ദേഹത്തിന്റെ സാമന്തൻ അഥവാ മന്ത്രി. എന്ന് പറഞ്ഞാൽ ഒരു മന്ത്രി എന്ന് പറഞ്ഞാൽ വിശ്വസ്തനായിട്ട് എപ്പോഴും കൂടെ വേണ്ട ആളാണ്. രാവും പകലുമില്ലാതെ ഏത് അവസരത്തിലും ഒരു രാജാവിനെ അകമ്പടി സേവിക്കേണ്ട ആളാണ് അദ്ദേഹത്തിന്റെ വിശ്വസ്തനായിട്ടുള്ള മന്ത്രി. പക്ഷെ ഇവിടെ ആരാണ്? വസന്തനാണ്, വസന്ത ഋതുവാണ് സാമന്തൻ. എന്ന് വെച്ചാൽ എന്താ? വിശ്വസിക്കാൻ കൊള്ളില്ല. എന്തുകൊണ്ട്? വസന്ത ഋതു എന്ന് പറഞ്ഞാൽ വർഷത്തിൽ 2 മാസേ ഉള്ളൂ. ബാക്കി 10 മാസവും ഇല്ലാത്തതാണ്. അപ്പൊ കാലസ്വരൂപമാണ് ഈ വസന്തം. വിശ്വസിക്കാൻ കൊള്ളില്ല. വളരെ വേഗത്തിൽ മാറിപ്പോയിക്കൊണ്ടിരിക്കുന്നതാണ്. ആകെ 2 മാസമേ വസന്ത ഋതു ഉള്ളൂ. അപ്പൊ അങ്ങനെയുള്ള ആ വസന്തം മന്ത്രിയായിട്ട് വിശ്വസിക്കാൻ കൊള്ളൂ. അവസരം വരുമ്പോ ആളെ കാണില്ല, ആവശ്യത്തിന് കാണില്ല. വിശ്വസ്തനല്ല എന്നർത്ഥമാണ്. വിശ്വസിക്കാൻ കൊള്ളില്ല. അതാണ് സാമന്തനായിട്ട് വസന്തൻ. മലയമരുത് ആയോധന രഥ, ആയോധനത്തിനുള്ള രഥം. നല്ല ഉറച്ച വാഹനത്തിൽ വേണം പോകാൻ, അല്ലേ? പക്ഷെ ഇവിടെ ആരാണ് ആയോധന രഥം, യുദ്ധത്തിനുള്ള രഥം? മലയമരുത്ത്. മലയപരുത്ത് എന്ന് പറഞ്ഞാൽ മലയപർവ്വതത്തിൽ നിന്ന് വരുന്ന കാറ്റ്. മലയപർവ്വതം ചന്ദനങ്ങൾ നിറഞ്ഞ പർവ്വതമാണ്. ആ ചന്ദന പർവ്വതത്തിൽ നിന്ന് വരുന്ന കാറ്റിനെയാണ് മലയമാരുതൻ എന്ന് പറയുന്നത്. ഒരു തെക്കൻ കാറ്റാണ്. തെക്ക് ദിശയിൽ നിന്നുള്ള ഒരു കാറ്റാണ് മലയപർവ്വതത്തിൽ നിന്ന് വരുന്ന കാറ്റ്. ആ മലയപർവ്വതത്തിൽ ചന്ദന വൃക്ഷങ്ങൾ ധാരാളമുണ്ട്. അപ്പൊ ചന്ദന സുഗന്ധമുള്ളതാണ് ഈ കാറ്റ്. പക്ഷെ ഈ കാറ്റിനെ നമുക്ക് വിചാരിച്ച വഴിയിൽ കൊണ്ടുപോകാൻ പറ്റുമോ? രഥം എന്ന് പറഞ്ഞാൽ നമുക്ക് വിജയം വരിക്കണമെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള വഴി കൂടെ കൊണ്ടുപോയാൽ നമ്മൾ വിളിക്കുന്ന വഴി കൂടെ വരണം അത്. പക്ഷെ ഈ കാറ്റിനെ വിശ്വസിക്കാൻ കൊള്ളില്ല. അത് അതിന് തോന്നിയതുപോലെ പോകും. അപ്പൊ വാഹനവും വിശ്വസിക്കാൻ കൊള്ളാത്തത്, തോന്നിയ വഴിക്ക് പോകുന്നതായിട്ടുള്ള കാറ്റാണ് വാഹനം. ഇത്രയും പറഞ്ഞിട്ട് പറയുന്നു, തഥാപി, ഇങ്ങനെയൊക്കെ ഇരുന്നിട്ടും, ഇത്രയൊക്കെ വീക്ക്നെസ്സുകൾ അദ്ദേഹത്തിന് ഉണ്ടായിട്ടും, ഏക ഒറ്റയ്ക്ക് സർവം, ഈ ലോകത്തെ മുഴുവൻ എല്ലാവരെയും അനങ്കോ വിജയതേ, സർവം ജഗത് എന്ന്, ഇതം ജഗത്, സർവം ഇതം ജഗത് അനങ്കോ വിജയതേ, അനങ്കൻ വിജയിക്കുന്നു. ഹേ ഹിമഗിരി സുതേ, അല്ലയോ ഹിമവാന്റെ പുത്രിയായിരിക്കുന്നവളെ പാർവതീദേവി, ഹൈമവതി, ഈ അനങ്കൻ ജയിക്കുന്നു. എങ്ങനെയാണ് ജയിക്കുന്നത്? തേ അപാങ്കാത് കാമപി കൃപാം ലബ്ധ്വ. തേ അപാങ്കാത്, ദേവിയുടെ അപാങ്കത്തിൽ നിന്ന്. അപാങ്കം എന്ന് പറഞ്ഞാല് കടക്കണ്ണ് എന്നർത്ഥമാണ്, കണ്ണിന്റെ അറ്റം. ആ കടക്കണ്ണ് കൊണ്ടുള്ള ഏറാണ് കടാക്ഷം. ആ കടാക്ഷം, അമ്മയുടെ കടാക്ഷത്തിൽ നിന്ന്
അനിർവചനീയമായിട്ടുള്ള കാമപി, ഇന്നത് എന്ന് പറയാൻ പറ്റില്ല, അമ്മയുടെ കടാക്ഷത്തിൽ നിന്ന് കാമപി കൃപാം ലബ്ധ്വ, ഏതോ ഒരു അനിർവചനീയമായ കരുണയെ പ്രാപിച്ചിട്ട് ആ അനങ്കൻ ഇതം ജഗത് വിജയതേ, ഈ ജഗത്തിനെ മുഴുവൻ വെല്ലുന്നു. അപ്പൊ എല്ലാം ശക്തിയില്ലാത്തതായിട്ടുള്ള ആയുധങ്ങളും വാഹനങ്ങളും മന്ത്രിയും ഒക്കെ ആയിരുന്നിട്ടും ഈ കാമദേവന് തീർച്ചയായിട്ടും ഈ ലോകങ്ങളെ മുഴുവൻ ജയിക്കാൻ കഴിയുന്നത് അദ്ദേഹത്തിന്റെ സ്വന്തം ശക്തി കൊണ്ടല്ല, സ്വന്തം സാമർഥ്യം കൊണ്ടല്ല, വാഹനത്തിന്റെ സാമർഥ്യമോ മന്ത്രിയുടെ സാമർഥ്യമോ ആ ആയുധങ്ങളുടെ സാമർഥ്യമോ അല്ല, പിന്നെയോ ദേവിയുടെ ഏതോ ഒരു കരുണാ കടാക്ഷം കൊണ്ട്, അനിർവചനീയമായ കരുണാ കടാക്ഷം. അപ്പൊ ദേവി തന്നെ ഈ ലോകത്തെ അനുഗ്രഹിക്കാൻ കാമദേവനിലൂടെയാണ് അനുഗ്രഹിക്കുന്നത്. നമ്മളെയൊക്കെ അനുഗ്രഹിക്കാനായിക്കൊണ്ട്, ഈ ലോകത്തെ നിലനിർത്താനായിക്കൊണ്ട് ദേവി കാമദേവനെ ഉപയോഗിക്കുന്നു. കാമദേവനെ ഉപയോഗിച്ചുകൊണ്ട് എല്ലാവരുടെ ഹൃദയത്തിലും കാമം ജനിപ്പിച്ചുകൊണ്ട് ഈ ലോകം നിലനിർത്തുകയാണ് ചെയ്യുന്നത്. എല്ലാവരുടെ മനസ്സിലും കാമമില്ലെങ്കിൽ ഈ ലോകമില്ല. അപ്പൊ ദേവിയുടെ ഒരു ലീലയാണിതെല്ലാം. കാമദേവനെ തൻ്റെ ഒരു കിങ്കരനായി ഉപയോഗിക്കുന്നു. എന്തുകൊണ്ട്? വിശ്വസ്തനായതുകൊണ്ട്. കാമദേവൻ ദേവിയുടെ ഉപാസകനായതുകൊണ്ട് വളരെ കാലം ദേവിയെ ഉപാസിച്ച് ആ പഞ്ചദശാക്ഷരി മന്ത്രത്തിന്റെ ഒരു സിദ്ധി വരുത്തിയതായിട്ടുള്ള ഒരു ഋഷി തുല്യനാണ് കാമദേവൻ. അതുകൊണ്ട് എന്ന് പറയുന്നു. അപ്പോ തീർച്ചയായിട്ടും മഹാവിഷ്ണുവിന്റെയും കാമദേവന്റെയും അവരുടെ വിജയിക്കാനുള്ള കഴിവ് ദേവിയുടെ അനുഗ്രഹം മാത്രമാണ് എന്ന് സൂചിപ്പിച്ചു. ധനുഃ പൗഷ്പം മൗർവീ മധുകരമയീ പഞ്ചവിശിഖാഃ വസന്തഃ സാമന്തോ മലയമരുദായോധനരഥഃ തദാപ്യേകഃ സർവം ഹിമഗിരിസുതേ കാമപി കൃപാം അപാംഗാത്തെ ലബ്ധ്വാ ജഗതിദമനംഗോ വിജയതേ. ഇനി 7ാമത്തെ ശ്ലോകത്തിൽ ദേവിയെ ഒരു പ്രത്യേക രൂപത്തിൽ തൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാനായിക്കൊണ്ട് പ്രാർത്ഥിക്കുകയാണ് ആചാര്യ ഭഗവത്പാദർ. വാസ്തവത്തിൽ ഈ 7ാം ശ്ലോകത്തിൽ പറയുന്നതാണ് ഈ സൗന്ദര്യലഹരിയിൽ ഉപാസിക്കുന്ന ത്രിപുര സുന്ദരിയുടെ ഒരു സ്വരൂപം, സുന്ദരമായിട്ടുള്ള ഒരു ഭാവം. ഈ രൂപത്തിന്റെ അംഗപ്രത്യംഗ വർണ്ണനയാണ് യഥാർത്ഥത്തിൽ സൗന്ദര്യ ലഹരി. നമ്മുടെ പുറകിലൊരു ദേവിയുടെ ചിത്രം കാണുന്നുണ്ട്. ആ ചിത്രം തന്നെയാണ് ഈ ഭാവം. അപ്പോൾ ഈ ശ്ലോകം ഇന്ന് ചൊല്ലിയിട്ട് നിർത്താം, അടുത്ത ക്ലാസ്സിൽ വ്യാഖ്യാനിക്കാം. ഒന്ന് പ്ലേ ചെയ്തോളൂ. ക്വണത്കാഞ്ചീദാമാ കരികലഭകുംഭസ്തനനതാ പരീക്ഷീണാമധ്യേ പരിണതശരच्चन्द्रवदना ധനുർബാണാൻ പാശം സൃണിമപി ദധാനാ കരതലൈഃ പുരസ്താദാസ്താം നഃ പുരമഥിതുരാഹോ പുരുഷികാ ഇപ്പൊ ദേവിയുടെ അതിമനോഹരമായിട്ടുള്ള ചതുർബാഹുവായിട്ടുള്ള രൂപം അത് പറഞ്ഞിട്ട് പുരസ്താദ് ആസ്താം നഹ, നഹ പുരസ്താദ് ആസ്താം, നഹ എന്ന് പറഞ്ഞാൽ അസ്മാകം ഞങ്ങളുടെ,
പുരസ്താത് മുൻവശത്ത്, മുൻപിൽ, ആസ്താം ഭവിക്കട്ടെ. അപ്പൊ ഞങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷമായി ഭവിക്കട്ടെ. ആരാണ് ഭവിക്കേണ്ടത്? പുരമതിതു രാഹോ പുരുഷിക. ആ പുരമതിതു എന്ന് പറഞ്ഞാൽ പുരമദനം ചെയ്തവന്റെ, പുരമന്ധാവിന്റെ, പുരമദനന്റെ, ആ സാക്ഷാൽ കാമേശ്വരന്റെ, മഹാദേവന്റെ ആഹോ പുരുഷിക. ആഹോ എന്നുള്ളത് ആശ്ചര്യത്തെ സൂചിപ്പിക്കുന്ന ഒരു ശബ്ദമാണ്. ആശ്ചര്യ ദേവത, അഭിമാന ദേവത. സാക്ഷാൽ മഹാദേവൻ പോലും അഭിമാനത്തോടുകൂടെ വളരെ പ്രൗഡായിട്ട് വിളിച്ചു പറയും, ഇതാ എന്റെ അഭിമാന ദേവത എന്ന്. അങ്ങനെയുള്ള പുരുഷിക, അദ്ദേഹത്തിന്റെ പത്നി. പുരുഷിക എന്ന് പറഞ്ഞാല് പത്നി എന്നർത്ഥം തന്നെയാണ്. അഹോ പുരുഷിക, അഹങ്കാര ദേവത, അഭിമാന ദേവത. അപ്പൊ ആ ദേവിയെ വർണ്ണിച്ച രൂപമാണ് ആദ്യത്തെ 3 വരിയില്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ അത് വിസ്തരിച്ച് കാണാം. ഇന്ന് ഇവിടെ സമർപ്പിക്കുന്നു. വെള്ളിയാഴ്ച കാണാം. ഓം ശാന്തി ശാന്തി ശാന്തി. ശാന്തി മന്ത്രവും ആരതി പ്ലേ ചെയ്തിട്ട്. ആരതി. जय जय शिवदयिते हरिहर विरिञ्चनुत चरिते कारय मां कृतपुण्यं तव गुणगानरतं महिते तव गुणगानरतं महिते सहस्रारकमले सततं विहररहसि धन्ये शिवाकार निजमञ्च विलसिते चिदानन्दमुदिते शरण्ये चिदानन्दमुदिते भवानि मयि दासे दृष्टिं वितरते सकरुणां निजसायुज्यपदैकवितरणां निखिलदुःखतरणाम् ऐहिकनिखिलदुःखतरणाम् भवतु मे विलसितं सपर्याविरचनं तव शिवे समकरनिपातहिमकरसमानदृशा स्नपय कृपया मामपि दृशा स्नपय कृपया अनेन धन्यमिमं मन्ये धरणिधर सुकन्ये तव स्तन्यमधुरास्वादनसुख निरस्तान्यविषयं कुरु मां निरस्तान्यविषयम् त्वदीयमपि वचनं गदतो मदीयमिव वचनं स्वकीयसलिलैः सागरतर्पणसमं जननि विदितं सकलं समं जननि विदितं जय जय शिवदयिते हरिहर विरिञ्चनुत चरिते कारय मां कृतपुण्यं तव गुणगानरतं महिते तव गुणगानरतं महिते. ഹരി ഓം. എല്ലാവർക്കും ശുഭരാത്രി. ഹരി ഓം.